ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കോളുകൾ വരാറുണ്ട്, വാട്സപ്പ് കോളുകൾ, അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജുകൾ വരാറുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫോൺ എവിടെയെങ്കിലും വെച്ചതാണെങ്കിൽ നമ്മൾ അവിടെ പോയി നോക്കണം, ഇത് ആരുടെ കോളാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ മെസ്സേജ്. ഇതൊക്കെ നമുക്ക് വളരെയധികം ടൈം നമുക്ക് പോകും. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കോളുകളായിരിക്കാം, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള മെസ്സേജുകളായിരിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന അടിപൊളി ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആരാണ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചതെന്നും അതുപോലെ തന്നെ ആരാണ് കോൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ, തൊട്ടടുത്ത ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം വാട്സപ്പിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ മൊബൈൽ ഓപ്പൺ ചെയ്തു. വാട്സപ്പിൽ നമുക്കിവിടെ കുറേ നമ്പേഴ്സ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അതായത് പ്രൊഫൈൽ നെയിംസ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇതിലുള്ള എല്ലാവരും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കണമെന്നില്ല. നമ്മുടെ അത്യാവശ്യത്തിനുള്ള ചില ഫ്രണ്ട്സുകൾ, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്, അങ്ങനെയുള്ള ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള പരിചയത്തിലുള്ള ആളുകളൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. പക്ഷെ നമുക്ക് ഇതിൽ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളുടെ അവരുടെ മെസ്സേജ് നമുക്ക് പെട്ടെന്ന് അറിയണം, അല്ലെങ്കിൽ അവരുടെ കോൾ പെട്ടെന്ന് മനസ്സിലാവണം ആരുതാണ്. അപ്പോൾ പോയിട്ട് നമുക്ക് ഓടിപ്പോയിട്ട് ഫോൺ എടുക്കാം. അതിനുള്ള സെറ്റിങ്സ് ആണ് പറയുന്നത്. ഇവിടെ ഞാനിവിടെ എൻ്റെ വൈഫിൻ്റെ നമ്പർ തന്നെ ഞാൻ സെലക്ട് ചെയ്യാണ്. ആ നമ്പർ നമുക്ക് എങ്ങനെയാണ് ആ കോൾ വരുന്ന സമയത്ത് അവരുടേതാണെന്നുള്ള മനസ്സിലാവുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ പ്രൊഫൈൽ നെയിമിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. കസ്റ്റം നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻസ് എന്ന് ഹെഡിങ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ യൂസ് കസ്റ്റം നോട്ടിഫിക്കേഷൻ, ഇവിടെ താഴേക്ക് വന്നൊക്കെ ഇവിടെ ബ്ലറായി കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ കാണുന്ന ആ യൂസ് കസ്റ്റം നോട്ടിഫിക്കേഷൻ്റെ സൈഡിൽ കാണുന്ന ചെക്ക് ബോക്സിലൊന്ന് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ, താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ നോട്ടിഫിക്കേഷൻ ടോൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഇവിടെ ഡിഫോൾട്ടിലാണ് കിടക്കുന്നത്. എല്ലാവരുടെ മൊബൈലും അങ്ങനെയാണ് ഉണ്ടാവുക. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഡിഫോൾട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേ ടോണാണ് നമുക്ക് വരിക. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ വ്യക്തിയുടെ, നിങ്ങളുടെ ഫ്രണ്ട്സോ ആരതോ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ മറ്റൊരു ടോൺ കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ അതൊന്ന് മാറ്റിയിട്ട് ഇവിടെ ഈ ഒരു പേരിലുള്ള ഒരു ടോണാണ് കൊടുക്കുന്നത്. ആ ടോൺ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഈ പറഞ്ഞിരിക്കുന്ന സ്വപ്ന എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയുടെ മെസ്സേജുകൾ വരുന്ന സമയത്ത് മുഴുവൻ ആ ടോണിലാണ് വരും. അപ്പോൾ നമുക്ക് ഫോൺ പോയി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അല്ലാതെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ ഒന്നുകൂടി കസ്റ്റം നോട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സാധാരണ ഈ ഒരു വ്യക്തിയുടെ നമുക്ക് മെസ്സേജ് മാത്രമല്ല നമുക്ക് വരിക, അവരുടെ കോളും നമുക്ക് വരാറുണ്ട്. അതായത് ഫോൺ കോൾസ് ഒക്കെ നമുക്ക് വരാറുണ്ട്. അതും നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരേ ടോൺ തന്നെ രണ്ടിനും കൊടുക്കാം. അതായത് നമുക്ക് മെസ്സേജിനും കൊടുക്കാം, അതേപോലെ തന്നെ കോൾ വരുന്നതിനും. ഇപ്പോൾ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോൾ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ റിംഗ് ടോൺ എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ഡിഫോൾട്ട് റിംഗ് ടോണിലാണ് കാണിക്കുന്നത്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റിംഗ് ടോൺസ് കാണിക്കും. ഇവിടെ നമുക്ക് കുറച്ച് റിംഗ് ടോൺസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മേലുള്ള നമ്മൾക്ക് മെസ്സേജ് കൊടുത്ത് അതേ റിംഗ് ടോൺ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു റിംഗ് ടോൺ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്വപ്ന എന്നുള്ള വ്യക്തിയുടെ മെസ്സേജ് അതുപോലെ തന്നെ കോൾ വരുന്ന സമയത്ത് ഇന്ന ടോണാണ് നമ്മൾ കൊടുത്തതെന്ന് അറിയുന്നത് കൊണ്ട് നമുക്ക് ഫോൺ കയ്യിൽ വേണ്ട ആവശ്യമില്ല. ഫോൺ എവിടെ വെച്ച് കഴിഞ്ഞാലും ആ ടോൺ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇന്ന വ്യക്തിയാണ് നമുക്ക് ഫോൺ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ കസ്റ്റം നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് പോയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പോയിട്ട് റിംഗ് ടോണും കോൾ ടോണും ഒക്കെ മാറ്റാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു നമ്പറല്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളുടെ നമ്പേഴ്സ് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തു വെക്കാൻ സാധിക്കും. അപ്പം ഇതുവഴി നിങ്ങൾക്ക് വളരെയധികം സമയം ലാഭിക്കാം. അതായത് ആ ഫോണിൻ്റെ അടുത്ത് വരെ പോകേണ്ട ആവശ്യമില്ല. അത്യാവശ്യമുള്ളതാണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ആരുടെ കോളാണ് അല്ലെങ്കിൽ ആരുടെ മെസ്സേജ് ആണെന്ന് അറിയാലോ. ആ സമയത്ത് മാത്രം ഫോൺ എടുത്താൽ മതിയല്ലോ. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടുള്ള ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് signing out.